Hi students, welcome back to another lecture of Reggie's Learning Tips. Hope you all are keeping fine. Let us start the new topic, that is filling of orbitals in an atom. Okay, the first one is that is AUFBAU principle. The filling of electrons into the orbitals of different atoms takes place according to AUFBAU principle, which is based on the Pauli's exclusion principle, Hunds Rule of maximum multiplicity and the relative energies of the orbital. So electrons ഡിഫറെൻ്റ് ആറ്റത്തിൽ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ഫില്ലിംഗ് നടക്കുന്നത് ഓഫ്ബോ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്. ഓഫ്ബോ പ്രിൻസിപ്പിൾ അക്കോർഡിംഗ് ടു ഓഫ്ബോ പ്രിൻസിപ്പിൾ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആൻഡ് ദി റിലേറ്റീവ് എനർജീസ് ഓഫ് ദ ഓർബിറ്റൽസ്. ഓക്കെ, ഓഫ്ബോ പ്രിൻസിപ്പിൾ. The principle states that in the ground state of the atom, the orbitals are filled in order of their increasing energies. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഇൻക്രീസിങ് എനർജി ബേസ് ചെയ്ത് എനർജിയുടെ ഓർഡറിലാണ്. ഇൻക്രീസിങ് എനർജിയുടെ ഓർഡറിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എനർജി ലെവലുള്ള ഓർബിറ്റൽസ് ആയിരിക്കും ഫസ്റ്റ് ഫില്ല് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പിലുള്ള ഓർബിറ്റിൽ, പിന്നെ അതിൻ്റെ ടോപ്പിൽ അങ്ങനെയായിരിക്കും ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദി ആറ്റം ദി ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ഓർഡർ ഓഫ് ദർ ഇൻക്രീസിങ് എനർജി. ഇൻ അതർ വേർഡ്സ്, ഇലക്ട്രോൺസ് ഫസ്റ്റ് ഓക്കുപ്പൈ ദി ലോവസ്റ്റ് എനർജി ഓർബിറ്റൽ അവൈലബിൾ ടു ദം ആൻഡ് എൻ്റർ ഇൻ ടു ദ ഹയർ എനർജി ഓർബിറ്റൽസ് ഓൺലി ആഫ്റ്റർ ദി ലോവർ എനർജി ഓർബിറ്റൽസ് ആർ ഫിൽഡ്. Okay, then electrons first occupy the lowest energy orbitals available to them and enter into higher energy orbitals only after the lower energy orbitals are filled. Okay, then we can see how the orbitals are filled in according to the energy levels. Okay, that is 1s, then 2s 2p, then 3s 3p 3d, then 4s 4p 4d 4f, 5s 5p 5d 5f, 6s 6p 6d 6f. ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഇതെങ്ങനെ ഡ്രോ ചെയ്യണമെന്ന് നോക്കിയോളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടോ, പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ, പിന്നെ ഇത് ഇങ്ങനെ, പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ, പിന്നെ ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കണ്ടോ, പിന്നെ ഇത് ഇതിൻ്റെ ഇടയിൽ കൂടെ, പിന്നെ വീണ്ടും 3p 4s, വീണ്ടും അതിൻ്റെ ഇടയിൽ, വീണ്ടും 3d 4p 5s, വീണ്ടും അതിൻ്റെ ഇടയിൽ കൂടെ, പിന്നെ 3d 5 കണ്ടോ 5p 6s, വീണ്ടും അതിൻ്റെ ഇടയിൽ കൂടെ, ഇങ്ങനെ കണ്ടല്ലോ ഇങ്ങനെ. അപ്പോൾ 1s കഴിഞ്ഞിട്ട് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് കണ്ടോ, 1s കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 2s ആണ്. അപ്പോൾ 2sലായിരിക്കും ഫില്ലിംഗ് നടക്കുന്നത്. 2s കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന നോക്കിക്കുക എങ്ങോട്ടാണെന്ന്, ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് 2pയിലേക്ക് കണ്ടോ, 2p കഴിഞ്ഞിട്ട് 3s കഴിഞ്ഞിട്ട് 3p കഴിഞ്ഞിട്ട് 4s കഴിഞ്ഞിട്ട് 3d 4p 5s കണ്ടോ, പിന്നെ 4d 5p 6s. ഇങ്ങനെയായിരിക്കും ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. ഓക്കെ, കണ്ടോ, ഇതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ 1s 2s 2p കണ്ടോ, 3s 3p 4s, 3d 4p 5s 4d 5p, then 6s, then 4f, then 5d, then 6p, then 7s. ഓക്കെ, അപ്പോൾ 1s 2s 2p 3s 3p 4s വരെ നമുക്ക് അതേ ഉള്ളൂ. എസ് കഴിഞ്ഞ് 1s 2s 2p 3s 3p 4s കണ്ടോ. 4s കഴിഞ്ഞാൽ പിന്നെ 3d ആയിരിക്കും. 3d എപ്പോഴും ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കുറവായിരിക്കും കണ്ടോ. 4s ആണെങ്കിൽ ഇപ്പോൾ 3d ആയിരിക്കും. പിന്നെ 4p, പിന്നെ 5s, എസ് കഴിഞ്ഞാൽ പിന്നെ 4d കണ്ടോ, ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡൗൺ ആയിരിക്കും ഇവിടെ. പിന്നെ 5p, 6s കഴിഞ്ഞാൽ പിന്നെ 4f സ്റ്റാർട്ട് ചെയ്യും. 4f സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2 ക്വാണ്ടം നമ്പർ ഡൗൺ ആയിരിക്കും. 4f 5d 6p 7s. ഓക്കെ, ഇനി നമുക്ക് Pauli's exclusion principle, that is the number of electrons to be filled in various orbitals is restricted by the Pauli's exclusion principle. No two electrons in an atom can have the same set of 4 quantum numbers. അപ്പോൾ നമ്മുടെ no two electrons in an atom, ഒരു ആറ്റത്തിൻ്റെ no two electrons in atom, ഒരു ആറ്റത്തിൽ
സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് ഉള്ള നോ 2 ഇലക്ട്രോൺസ്, ഒരു 2 ഇലക്ട്രോൺസിനും നോ 2 ഇലക്ട്രോൺസിന് ആറ്റം ക്യാൻ ഹാവ് ദി സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് ഉള്ള ഒരു ഇലക്ട്രോൺസും ഉണ്ടാകില്ല. എന്നുവെച്ചാൽ എല്ലാ ഇലക്ട്രോൺസിനും ക്വാണ്ടം നമ്പേഴ്സ് ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതുപോലെ തന്നെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ സെയിം ആണെങ്കിൽ പോലും സ്പിൻ ക്വാണ്ടം നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. അതാണ് പറഞ്ഞത്. അപ്പോൾ സെയിം 4 ക്വാണ്ടം നമ്പേഴ്സുമുള്ള ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ, that is known as Pauli's exclusion. Only 2 electrons may exist in the same orbital and these electrons must have opposite spin. ഇലക്ട്രോൺ സെയിം ഓർബിറ്റലാണ് ഒക്കുപ്പൈ ചെയ്യുന്നതെങ്കിൽ പോലും ആ ഇലക്ട്രോൺസിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. കണ്ടോ, ഒന്ന് ഒന്ന് പ്ലസ് ഹാഫ് ആണെങ്കിൽ മറ്റേത് മൈനസ് ഹാഫ് ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. This means that the 2 electrons can have the same number of 3 quantum numbers, that is principal quantum number, azimuthal quantum number and magnetic orbital quantum number. Then they must have the opposite spin quantum number. Case of 1s subshell, it can accommodate only 2 electrons. 2 electrons ആണ് 1sൽ accommodate ചെയ്യാൻ പറ്റുന്നത്. ഇനി in the case of P, it can accommodate total 6 electrons. In the case of D, it can accommodate total 10 electrons. In the case of F, it can accommodate maximum 14 electrons. ഓക്കെ, അപ്പോൾ എസ്സിൽ 2 ഇലക്ട്രോൺസ്, പിയിൽ 6 ഇലക്ട്രോൺസ്, ഡിയിൽ 10 ഇലക്ട്രോൺസ് ആൻഡ് എഫിൽ 14 ഇലക്ട്രോൺസ് ആയിരിക്കും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കേ. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10. Okay, 3d10. Then 4p6. Number of electrons in the shell with the principal quantum number n is equal to 2n square. Maximum number of electrons in the shell with the principal quantum number n is equal to 2n square. Suppose n is equal to 1, then maximum number of electrons, that is 2 in n square, that is equal to 2 into 1 square, that is equal to 2. So n is equal to 1, it has only 1s orbital is available. So it has maximum number of electrons, means that is 2. Then n is equal to 2. So 2n square means 2 into 2 square, that is equal to 8. So we know in the case of 2, it has 2s and 2p orbitals are available. S maximum number of electrons 2 and p that is 6. So total 8. Then n is equal to 3. N is equal to 3. Maximum number of it can accommodate, that is 2n square, that is equal to 2 into 3 square, that is equal to 18. So 3s, 3p, 3d. Okay, 3s the maximum number of electrons 2, p means that is 6, d means that is 10. So total number of electrons that is 80. Okay. Then this rule deals with the filling of Hunds rule of maximum multiplicity. This rule deals with the filling of electrons in the orbital belonging to the same subshell. That is, orbitals of equal energy are called degenerate orbitals. Orbitals of equal energy are called degenerate orbitals. Equal energy ഉള്ള orbitals ആണ് degenerate orbitals എന്ന് പറയുന്നത്. Pairing of electrons in the orbital belonging to the same subshell P, D or F does not take place until each orbital belonging to that subshell has got 1 electron each. That is, it is singly occupied. Okay. The pairing of, that is very important rule, that is Hunds rule of maximum multiplicity. Pairing of electrons in the orbital belonging to the same subshell P, D or F does not take place until each orbital belonging to that subshell has got 1 electron each. That is, it is singly occupied. We know in the subshell it has only 1 orbital. In the case of S subshell, it has only 1 orbital. So it can accommodate maximum number of electrons, that is 2. In the case of S, P, in the case of P, it has total 3 orbitals. S has only 1 orbitals.
P has total 3 orbitals and D has total 5 orbitals. F has total 7 orbitals. Okay, S1 P is equal to 3, D is equal to 5, F is equal to 7 orbitals. In the case of P, there are 3 in the case of P subshell, there are 3 orbitals are there. So the maximum number of electrons that can be accommodated in P subshell is, that is 6. So first they occupy singly occupation. ആദ്യം എല്ലാം സിംഗിൾ ഓക്കുപ്പേഷൻ ആയിരിക്കും നടക്കുന്നത്. എന്നിട്ട് മാത്രമേ ഇപ്പോൾ 3 ഇലക്ട്രോൺസ്, ദെൻ റിമൈനിങ് 3 ഇലക്ട്രോൺസ് ആർ ദെയർ, ദെൻ ഓൺലി ഡബിൾ ഓക്കുപ്പേഷൻ നടക്കുകയുള്ളൂ. കണ്ടോ, സിംഗിൾ ഓക്കുപ്പേഷൻ നടന്നതിന് ശേഷം മാത്രമേ ഡബിൾ ഓക്കുപ്പേഷൻ നടക്കുകയുള്ളൂ. അതാണ് പറഞ്ഞത്, ദാറ്റ് ഈസ് നോൺ ആസ് Hunds rule of maximum multiple. Pairing of electrons in the orbital belonging the same subshell does not take place until each orbital belonging to that subshell has got 1 electron each. That is, it is singly occupied. In the case of d orbitals, we know, in the case of d subshell, we know it has 5 orbitals. 5 orbitals. In the case of d subshell, we know it has 5 orbitals. So the maximum number of electrons that can be accommodated in D means that is 10. So first, കണ്ടോ, എല്ലാം സിംഗിളി ഓക്കുപ്പൈഡ്, അതിന് ശേഷം മാത്രമേ ഡബിൾ ഓക്കുപ്പൈഡ്. അപ്പം ഡബിൾ ഓക്കുപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1, 2, 3, 4, 5 ദെൻ 6th ഇലക്ട്രോണിലാണ് ഡബിൾ ഓക്കുപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഡബിൾ ഓക്കുപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 4th ഇലക്ട്രോൺസിലായിരിക്കും. ഇത് ഡി ആണ്. ഡിയിൽ 6th ഇലക്ട്രോണിലായിരിക്കും. 5 ഓർബിറ്റൽസും സിംഗിളി ഓക്കുപ്പൈഡിന് ശേഷം മാത്രമേ ഡബിൾ ഓക്കുപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് സ്റ്റാർട്ട് ചെയ്യുന്ന 6th ഇലക്ട്രോണിനൊപ്പം ഡബിൾ ഓക്കുപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ 4th ഇലക്ട്രോൺസിനൊപ്പം ഡബിൾ ഓക്കുപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ 6th ഇലക്ട്രോൺ, ഇവിടെ 4th ഇലക്ട്രോൺ. ഓക്കെ, സിൻസ് there are 3 p, 5 d and 7 f orbitals, therefore the pairing of electrons will start in the p, d and f orbital with the entry of, കണ്ടോ, here in the case of p, double occupation starts after filling of 3 electrons single occupation, after filling of the single occupation. കണ്ടോ, ഇവിടെ 4th ഇലക്ട്രോൺ വരുമ്പോൾ മാത്രമാണ് ഡബിൾ ഓക്കുപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിക്കകത്ത് കണ്ടോ 5 ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ട് 6th ഇലക്ട്രോൺസിലായിരിക്കും ഡബിൾ ഓക്കുപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എഫ് മീൻസ് ടോട്ടൽ, എഫ് സബ്ഷെല്ലിന് ടോട്ടൽ 7 ഓർബിറ്റൽസ് ആണുള്ളത്. ഓക്കെ, ദെൻ കണ്ടോ, ഇതെല്ലാം സിംഗിളി ഓക്കുപ്പൈ ചെയ്തതിന് ശേഷം മാത്രമേ ഡബിൾ ഓക്കുപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കണ്ടോ, 7 ഇലക്ട്രോൺസ് കഴിഞ്ഞ് 8th ഇലക്ട്രോണിലായിരിക്കും ഡബിൾ ഓക്കുപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8th ഇലക്ട്രോണിൽ എഫ് ഓർബിറ്റൽ മീൻസ് ദാറ്റ് ഈസ് 7. There are 3p, 5d and 7 orbitals. Therefore, the pairing of electrons will start in the p, d and f orbitals with the entry of 4th, 6th and 8th electrons respectively. It has been observed that half-filled and fully filled degenerate set of orbitals acquire extra stability due to their symmetry. Half-filled and fully filled orbitals acquire their extra stability due to symmetry. ഇപ്പം നമ്മുടെ പി ഓർബിറ്റൽസ് ആണ്. പി ഓർബിറ്റൽസിൽ in the case of p subshell, it has 3 orbitals. 3 orbitals ആണ് p subshellനുള്ളത്. അപ്പം ഒന്നുകിൽ ഇതെല്ലാം സിംഗിളി ഓക്കുപ്പൈഡ് ആകും. ഇതിനാണ് ഹാഫ് ഫിൽഡ് എന്ന് പറയും. ഇതിനകത്ത് പിയിൽ ഓർബിറ്റൽസ് 3, ഓർബിറ്റൽസ് 3, ഇലക്ട്രോൺസ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6. ഒന്നുകിൽ ഇലക്ട്രോൺസ് കണ്ടോ, ഇപ്പോൾ ഹാഫ് ഫിൽഡ് ആയി. 3 ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഹാഫ് ഫിൽഡ് ആകുകയാണ്. ഹാഫ് ഫിൽഡ് കണ്ടോ, ഹാഫ് ഫിൽഡ് ആകുക. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആകുക. കംപ്ലീറ്റ്ലി ഫിൽഡ്, ഹാഫ് ഫിൽഡ് ആയപ്പോഴത്തേക്കും, ഇപ്പോൾ ഇത് ഹാഫ് ഫിൽഡ് ആണെന്ന് വിചാരിച്ചു, ഇതാണ് ഹാഫ് ഫിൽഡ്. കണ്ടോ, ഹാഫ് ഫിൽഡ് ആയി. ഇത് ഫുള്ളി ഫിൽഡ്. കണ്ടോ, ഹാഫ് ഫിൽഡും ഫുള്ളി ഫിൽഡുമാണ്. ഈ 2 കേസിലുമാണ് ഇതിന് സിമെട്രി ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് എക്സ്ട്രാ സ്റ്റേബിൾ ആയിരിക്കും, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു സബ്ഷെല്ലിലെ ഓർബിറ്റൽസ് ഒന്നുകിൽ ഹാഫ് ഫിൽഡ് ആകുക അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആകുമ്പോഴത്തേക്കായിരിക്കും അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിട്ട് കിട്ടുന്നത്. ഹാഫ് ഫിൽഡ് ഓർ ഫുള്ളി ഫിൽഡ്, ദാറ്റ് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് സിമെട്രി.
നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി ആറ്റംസ്. ഹൗ ദി ഇലക്ട്രോൺസ് ക്യാൻ ബി ഫിൽഡ് ഇൻ ഡിഫറെൻറ്റ് ഓർബിറ്റൽസ്. ഓക്കെ. First we know hydrogen. Hydrogen has only atomic number 1. So we can write this in 1s orbital. Only one electron, that is 1s. Means 1s 1. Helium, 2 electrons. So it can be filled in 1s 2. That is 1s 2. Okay. Then lithium, that is 3 electron. So we know in the first 1s electronic configuration is like this: 1s2 2s1. So this is 1s, then here that is 2s. Only one electron is there, that is 2s1. Okay. Then next beryllium. Beryllium 4 electrons. We know first 1s2, then 2s2. So we should write here 1s. This is 1s2. Then this is 2s2. 1s 2s. 1s2 2s2. Okay. അപ്പോൾ ഒരു ഓർഡർ നമുക്കറിയാം. ഓർഡർ കുറച്ച് നമ്മൾ പഠിച്ചു. 1s 2s 2p, 1s2 2s2 2p6 3s2 3p6 4s2 3d10 4p6 5s2 4d10 5p6 6s2. ഓക്കെ. അതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചത്. കറക്റ്റ് അതുപോലെ തന്നെ നമ്മൾ 1s2 2s2 2p6 3s2 3p6 4s2 3d10 4p6 5s2 4d10 5p6 6s2 4f 14 5d10 6p 6 7s2. ഇത്രയൊന്നും വേണ്ട നമുക്ക് ഈ 6s2 വരെ മതിയാവും. അപ്പോൾ കണ്ട, എസ്സിനെല്ലാം 2 കൊടുക്കുക. പിക്ക് 6, ഡിക്ക് 10, എഫിന് 40. ഇത്രയേ ഉള്ളൂ. S2 P6 D10 F14. ഓക്കെ. ഇനി നമുക്ക് sodium atomic number that is 11. So we can write the electronic configuration 1s2, then 2s2, then 2p6 ഉണ്ടോ, 10 ആയി. 2p6 കഴിഞ്ഞാൽ പിന്നെ ഒരു 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, ദാറ്റ് ഈസ് 3s1. ഓക്കെ. Okay, then next we can write here neon electronic configuration 1s2 neon. How much electrons are there in neon? 10. 1s2 2s2 2p6. Okay, ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. എവിടെ വരുന്നോ തീരുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്രോമിയം 24, then copper 29. Okay. Now we can write the electronic configuration, subcell electronic configuration of a chromium. 1s2 2s2 2p6 3s2 3p6 4s2. Okay, 3 2 4 10 12 18 20. Then 3d4. കണ്ടോ? Copper 1s2 2s2 2p6 3s2 3p6 4s2 3d4 10 12 18 20 then 3d9. 3ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺസ്, അപ്പോൾ 3d9. ഓക്കെ. ഇവിടെ നോക്കിക്കേ, ഈ 4s നമ്മളൊരു റൂള് പഠിച്ചിരുന്നു. ഒന്നുകിൽ ഹാഫ് ഫിൽഡ് ആകുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയാൽ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ ഈ കോപ്പറും ക്രോമിയത്തിൻ്റെയും കേസിൽ
ഈ 4sൽ നിന്ന് 1 ഇലക്ട്രോൺ 3Dയിലേക്ക് കൊടുക്കുകയാണ്. അപ്പം ഇവിടെ എന്ത് വരും? 4s1 വരും. കണ്ടോ? ഇലക്ട്രോൺ ഇവിടെ 4s1ഉം ഇവിടെ 3D 5ഉം വരും. അപ്പം ഇത് രണ്ട് ഹാഫ് ഫിൽഡ് ആയിട്ട് മാറും. സോ ഇറ്റ് ഹാസ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. കണ്ടോ? അപ്പം ഇത് 4s1 3D 5. ദെൻ ഇറ്റ് ഗോട്ട് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, കോപ്പർ ഓർ ക്രോമിയത്തിൻ്റെ കോപ്പറിനും അതുപോലെ തന്നെയാണ്. The two subshells 4s and 3D differ slightly in their energies. Okay, they differ slightly in their energies. So an electron shift from a subshell of lower energy 4s to a subshell of higher energy 3D. Okay. അപ്പം നമ്മുടെ 4sഉം 3Dയും തമ്മിൽ എനർജിയിൽ സ്ലൈറ്റ്ലി ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് ലോവർ എനർജി ലെവലായ 4sൽ നിന്ന് ഹയർ എനർജി ലെവലായ 3Dയിലേക്ക് ഇലക്ട്രോൺ ഷിഫ്റ്റിംഗ് നടക്കും. എന്തിനു വേണ്ടിയിട്ട്? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഇൻ ദി കേസ് ഓഫ് കോപ്പർ ഓൾസോ, കോപ്പറിനും അങ്ങനെ തന്നെയാണ്. ഇത് 4s2 ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിന്നും ഇലക്ട്രോൺ ഒരെണ്ണം പോയിട്ട് ഇവിടെ 4s1ഉം ഇത് 3D 10ഉം ആവും. കണ്ടോ? അപ്പോൾ ഇത് ഹാഫ് ഫിൽഡായി, ഇത് കംപ്ലീറ്റ്ലി ഫിൽഡായി. Okay, in certain elements such as copper or chromium, where the two subshells 4s and 3D differ slightly in their energies, so an electron shift from a subshell of lower energy to a subshell of higher energy, provided such a shift result in all orbitals of the subshell of higher energy getting either completely filled or half filled. ഒന്നുകിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആകാം, അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആകാം. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട്, അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ 4sഉം 3Dയും തമ്മിൽ എനർജിയിൽ സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ടാണ് ഷിഫ്റ്റ്. അതുകൊണ്ട് ക്രോമിയം ആൻഡ് കോപ്പർ, ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ റീസണും പഠിക്കണം. റീസൺ വിത്ത് റീസണിൽ വേണം പഠിക്കാൻ. ക്രോമിയം ആൻഡ് കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് നമ്മൾ പറയണം. അതിനകത്ത് 1s2 2s2 2p6 3s2 3p6 4s2 3d4. എന്നിട്ട് 4sൽ നിന്ന് 1 ഇലക്ട്രോൺ 3Dയിലേക്ക്. അപ്പോൾ 4s1ഉം 3D 5 ആയി. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? 4sഉം 3Dയും തമ്മിൽ എനർജിയിൽ സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് സ്റ്റെബിലിറ്റിക്ക് വേണം. സ്റ്റെബിലിറ്റി മീൻസ് ഇറ്റ് ഈസ് നൗ ഹാഫ് ഫിൽഡ് ആയിട്ട് മാറണം. ഹാഫ് ഫിൽഡ് ആൻഡ് ഒന്നുകിൽ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആകുമ്പോഴാണ് എക്സ്ട്രാ സ്റ്റേബിൾ ആകുന്നത്. ഇൻ ദി കേസ് ഓഫ് കോപ്പർ ഓൾസോ 4s2 3D 9 ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ 4s1ഉം 3D 10ഉമായിട്ട് മാറി. സോ ഇറ്റ് got higher stability. Okay, then some more topics, that is the electrons in completely filled shells are known as the electrons in the completely filled shells are known as core electrons, and the electrons that are added to the electronic shell with the highest principal quantum number are called valence electrons. ഹയസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ ഇലക്ട്രോൺസിനാണ് നമ്മൾ വാലൻസി ഇലക്ട്രോൺസ്. ഹയസ്റ്റ് ക്വാണ്ടം നമ്പറിൽ ഇലക്ട്രോൺസ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇലക്ട്രോൺസിനാണ് നമ്മൾ വാലൻസി ഇലക്ട്രോൺ. വാലൻസി ഇലക്ട്രോൺസ് മീൻസ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ്. ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസിനാണ് നമ്മൾ വാലൻസി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇൻ ദി കേസ് ഓഫ് സോഡിയം അറ്റോമിക് നമ്പർ 11. സോ വി ക്യാൻ റൈറ്റ് 1s2 2s2 2p6 3s1. Highest principal quantum number means 3. So the electrons present in third subshell. Electrons present third subshell, that is known as 1 electron. That 1 electron is known as valence electrons. Electrons present in the outermost shell, that is known as valence electrons. Okay, valence electrons. Then these are known as core electrons. That are core electrons. The completely filled electrons, completely filled filling shells are known as core electrons. കംപ്ലീറ്റ്ലി ഫില്ലിംഗ് ഷെൽസിനാണ് നമ്മൾ ഇലക്ട്രോൺസിൻ്റെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെൽസിനാണ് നമ്മൾ കോർ ഇലക്ട്രോൺസ്. ഇത് ഇലക്ട്രോൺസിൻ്റെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെൽസ് ആർ നോൺ ആസ് കോർ ഇലക്ട്രോൺസ്. ഓക്കെ, ദെൻ once again, yes, number of orbitals, that is 1, electrons 2. In the case of p, number of orbitals, that is 3, number of electrons 6. D, number of orbitals 5, electrons 10. In the case of F, number of orbitals 7, electrons 14. Okay, ഇത് ഓർത്തിരിക്കുക. ഇതിനകത്ത് 2 electrons, total 3 orbitals, total electrons means that is
6 electrons. Then here total 2 electrons in each orbital. 2 electrons. Total 10 electrons. Here total 40. Okay. 2. ആദ്യം സിംഗിൾ ഓക്കുപ്പേഷൻ ആണ് നടത്തേണ്ടത്, എന്നിട്ടാണ് ഡബിൾ ഓക്കുപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ 14 ഇലക്ട്രോൺസ്. അണ്ടർസ്റ്റുഡ്. ഇവിടെ ഡബിൾ ഓക്കുപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 4th ഇലക്ട്രോണിൽ. ഇവിടെ ഡബിൾ ഓക്കുപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 6th ഇലക്ട്രോണിൽ. ഇവിടെ ഡബിൾ ഓക്കുപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 8th ഇലക്ട്രോണിൽ. ഓക്കെ. Okay guys, study up to here the remaining topic I will take in the next class. Okay, bye.